ഊഷരഭൂമിയിൽ പോലും പൂക്കൾ വിരിയിച്ചുകൊണ്ട് വസന്തം മാളവത്തിൽ അങ്ങോളമിങ്ങോളം തൻ്റെ വരവറിയിച്ചു. മന്ദമാരുതൻ സുഗന്ധവും പേറി കറങ്ങി നടന്നു. വസന്തോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിലായി. കാളിദാസൻ്റെ മാളവിക അഗ്നിമിത്രം എന്ന നാടകം വസന്തോത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറുവാൻ തീരുമാനമായി. കാളിദാസൻ ഭയന്നതുപോലെ പുതുകവിയുടെ രചനയാണെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വയ്ക്കുവാൻ ചിലരൊക്കെ ശ്രമിക്കാതിരുന്നില്ല. ചിലരതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ചിലരുടെ മനസ്സുകളിൽ അസൂയകളുടെ കാർമുകിലുകൾ ഉരുണ്ടുകൂടി. നാട്യരാജൻ ദേവദത്തൻ വളരെ ഭാവനാസമ്പന്നനും കലാനിപുണനുമായിരുന്നു. അദ്ദേഹത്തിന് കാളിദാസൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ അല്പവും മടിയുണ്ടായിരുന്നില്ല. പലപ്പോഴും നാട്യാചാര്യൻ്റെ വൈദഗ്ധ്യം തൻ്റെ രചനയ്ക്ക് കൂടുതൽ മിഴിവേകുമെന്ന് കാളിദാസന് തോന്നാതിരുന്നില്ല. മാളവികയായി അഭിനയിക്കുന്നത് മല്ലികയാകും ഏറ്റവും അനുയോജ്യമായത് എന്ന് കാളിദാസൻ പറഞ്ഞപ്പോൾ വിക്രമാദിത്യന് സന്തോഷമുണ്ടായെങ്കിലും അനുജത്തിയെ നടിയായി കാണുന്നതിന് വിഷമമുള്ള കാര്യമായിരുന്നു. മഹാറാണി വിദ്യോത്തമ കൂടി പ്രോത്സാഹിപ്പിച്ചപ്പോൾ വിക്രമാദിത്യന് നിർദ്ദേശം സ്വീകരിക്കേണ്ടി വന്നു. രാജകുമാരി പ്രധാന നടിയുടെ വേഷത്തിൽ രംഗത്തഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാളവിക അഗ്നിമിത്രം രംഗവേദിയിൽ എത്തിക്കാനായുള്ള തയ്യാറെടുപ്പ് വളരെ പ്രധാനപ്പെട്ട രാജകീയ കാര്യമായി മാറി. വസന്തോത്സവത്തിന് അത് കൂടുതൽ പ്രാധാന്യം നൽകി. ജനങ്ങൾ ഉത്സാഹഭരിതരായി. മഹാറാണി വിദ്യോത്തമ തയ്യാറെടുപ്പുകൾക്കായി എപ്പോഴും കൂടെ നിന്നു. വസന്തോത്സവം എത്തുമ്പോഴേക്കും പ്രകൃതിയുടെ അണിഞ്ഞൊരുക്കം പാരമ്യത്തിലെത്തിയിരുന്നു. അഥവാ പ്രകൃതി അണിഞ്ഞൊരുങ്ങിയതോടെ വസന്തോത്സവത്തിൻ്റെ ഉത്സാഹത്തിമിർപ്പ് ഉജ്ജയിനിയിലും മാളവത്തിലൊന്നാകെയും അലയടിച്ചു. പൂങ്കുയിലുകളുടെ കൂജനങ്ങളും ശാരികളുടെ കളകളാരവവും മറ്റു പക്ഷികളുടെ സംഗീതത്തെ തോൽപ്പിക്കാൻ വെമ്പും പോലെ ഉച്ചത്തിൽ കേട്ടു. പൂക്കാൻ കാലം നോക്കി നിന്ന ചെടികളും വല്ലികളും മാമരങ്ങളും തളിരിടുകയും മുട്ടിട്ടു പൂക്കൾ വിരിയിക്കുകയും ചെയ്തു. മറ്റെങ്ങുമില്ലാത്ത വിധം ഉജ്ജയിനിയിൽ കലാ നൈപുണ്യമാണെന്ന് കാളിദാസന് മനസ്സിലായി. വസന്തത്തിൻ്റെ പാരമ്യത്തിൽ വസന്തോത്സവം ആരംഭിക്കാനായി വിശേഷാൽ പരിപാടികൾ ഉജ്ജയിനിയിലെങ്ങും അരങ്ങേറി. പാട്ടും മേളവുമായി ജനങ്ങൾ തിമിർത്തു. ഉജ്ജയിനിയുടെ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ വാണിക സംഘങ്ങളും യാത്രക്കാരും ദൂരദേശങ്ങളിൽ നിന്നുപോലും എത്തിച്ചേർന്നു. മാളവികാഗ്നിമിത്രം രംഗത്തവതരിപ്പിച്ചു. മല്ലിക മാളവികയായി. കാളിദാസൻ്റെ മനസ്സിൽ ധന്യത നിറച്ചാർത്തേകിയ ദിവസമായിരുന്നു അന്ന്. ഉജ്ജയിനിയിലെ വിദ്വജ്ജനങ്ങളെല്ലാം കാളിദാസൻ്റെ രചനാപാടവത്തെ വാനോളം പുകഴ്ത്തി. സാധാരണക്കാരുടെ ഇടയിൽ പോലും അഗ്നിമിത്രനും മാളവികയും ധാരിണിയുമെല്ലാം വളരെ കാലം ചർച്ചാ വിഷയമായി നിന്നു. വിദ്വാൻമാർക്കും കലാബോധമുണ്ടായിരുന്നവർക്കും സാഹിത്യാഭിരുചിയുണ്ടായിരുന്നവർക്കും മാളവികാഗ്നിമിത്രം ചർച്ചാ വിഷയമായത് പല തലങ്ങളിലാണ്. രാജസദസ്സിലെ ചിലരൊക്കെ അസൂയയോടെ കാളിദാസൻ്റെ വളർച്ചയെ നോക്കി നിന്നു. മഹാരാജാവ് വിക്രമാദിത്യൻ്റെ അടുത്ത സുഹൃത്തായി കാളിദാസൻ മാറിയിരിക്കുന്നു. എപ്പോഴും കാവ്യ ചർച്ചയ്ക്കായി കാളിദാസനെ വിളിപ്പിക്കുന്നു. തന്നേക്കാൾ പ്രാധാന്യം കാളിദാസൻ നേടുന്നുണ്ടോ എന്ന് മന്ത്രി അമരസിംഹന് പോലും സംശയമായി. പലപ്പോഴും രാജകീയ കാര്യങ്ങൾ ആലോചിക്കുന്നു. കാളിദാസൻ്റെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നു. മഹാറാണി വിദ്യോത്തമയും കാളിദാസൻ്റെ ശ്ലോകത്തിൽ അത്യധികം ആകൃഷ്ടയായിരിക്കുന്നു. ഉജ്ജയിനിയിൽ എന്തു ചർച്ച ചെയ്താലും എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് കാളിദാസൻ്റെ പേര് ഉയർന്നു വരാതിരുന്നില്ല. കാളിദാസൻ എത്തുവോളം രാജസദസ്സിലെ കവികളിൽ പ്രധാനികളായിരുന്നവർ പൗർണമിയിലെ നക്ഷത്രങ്ങളെന്ന പോലെ ശോഭ കുറഞ്ഞവരായി. വസന്തോത്സവത്തിൻ്റെ മേളങ്ങളെല്ലാം തെല്ലടങ്ങിയപ്പോൾ വിക്രമാദിത്യൻ ഒരു ദിവസം സഭയ്ക്ക് മുന്നിൽ പുതിയൊരു സമസ്യ അവതരിപ്പിച്ചു. ഗായിക ഗായിക. രാജസദസ്സിലെ പണ്ഡിതർ അമ്പരന്നു. മുൻപ് പാദമോ പദമോ നൽകാതെ തങ്ങൾക്ക് മുന്നിൽ വെച്ച സമസ്യയേക്കാൾ കഠിനമായി പോയി ഇതെന്ന് എല്ലാവർക്കും തോന്നി. മഹാരാജാവ് അന്തിമ പദമെങ്കിലും തന്നില്ലല്ലോ എന്ന് അതേക്കുറിച്ച് എല്ലാവർക്കും പരാതിയുണ്ടായിരുന്നു. സമസ്യ പൂർത്തിയാകാഞ്ഞതിന് അതൊരു കാരണമായി പറയുകയും ചെയ്തിരുന്നു.
പക്ഷേ ഇത് ആത്മരൂപത്തിലുള്ള സ്വരങ്ങളും ശരീരരൂപത്തിലുള്ള വ്യഞ്ജനങ്ങളും ചേർത്ത് അക്ഷരങ്ങൾ ചേർത്ത് സ്വാർത്ഥങ്ങളായ വാക്കുകൾ ചേർത്ത് പദങ്ങളുമാകാം. പദങ്ങളെ അർത്ഥം കൊണ്ട് കൂട്ടിയിണക്കി ശ്ലോകങ്ങൾ രചിക്കാം. പക്ഷേ കവർഗവ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടിയിണക്കിയാൽ വാക്കാവില്ല. ശരീരവും ആത്മാവുമുണ്ട്. ഒരു നിര ജീവസുറ്റ അക്ഷരങ്ങൾ മാത്രം. ഈ ഒരു നിര അക്ഷരങ്ങൾ വാക്കല്ല. ഇല്ലാത്ത വാക്കിന് യുക്തമായ പംക്തികൾ രൂപപ്പെടുക സാധ്യമല്ല. ദിവസങ്ങൾ കടന്നുപോയി. ആദ്യമൊന്നും കാളിദാസൻ അതിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല. താൻ ഈ സഭയിൽ കാലുകുത്തിയത് സമസ്യാപൂർത്തിയുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും സമസ്യാപൂരണത്തിനായി അറിയപ്പെടാൻ താൽപ്പര്യമില്ല. തൻ്റെ രചനാലോകം വേറെയാണ്. ഒരു ദിവസം രാജസദസ്സിൽ ഗായിക ഗൗരവമുള്ള വിഷയമായി മാറി. ഉജ്ജയിനിയുടെ ഈ രാജസഭയിൽ ഒരു ശ്ലോകം ചമയ്ക്കാൻ മാത്രമുള്ള കവിത്വമെങ്കിലുമുള്ളവർ ആരുമില്ലേ? മഹാരാജാവിൻ്റെ ഈ ചോദ്യത്തിൽ രോഷം കലർന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നി. ഇതിനും താൻ പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുകയും രാജസിംഹാസനം വാഗ്ദാനം ചെയ്യുകയും വേണമെന്നോ, അതോ മറ്റേതെങ്കിലും ദേശത്ത് നിന്ന് ഒരു കവി വരണമെന്നോ? ശില്പചാരുതയാർന്ന ചുമരുകളിൽ തട്ടി മഹാരാജാവിൻ്റെ ശബ്ദം മുഴങ്ങി. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സ്വരത്തിന് ഇത്രത്തോളം ഗാംഭീര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതിനു മുമ്പ് അവസരം വന്നിട്ടില്ലെന്ന് കാളിദാസന് തോന്നി. ഒപ്പം താൻ എവിടെ നിന്നോ വന്ന ഒരു കവി എന്ന ധ്വനിയും അതിലുണ്ട്. തൻ്റെ മാളവത്തിന് ഇനിയും തന്നെ ഉൾക്കൊള്ളാനായില്ലെന്നോ? തനിക്ക് ഉജ്ജയിനിയുമായുള്ള ബന്ധത്തിൻ്റെ വേരുകൾ കണ്ടെത്താനാകാത്തതിൻ്റെ അർത്ഥവ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് കാളിദാസന് അമ്പരപ്പുളവാക്കി. കാളിദാസൻ്റെ മനസ്സിൽ നൊമ്പരത്തിൻ്റെ അലകൾ ഉയർന്നു. താനിപ്പോഴും ഉജ്ജയിനിക്ക് അന്യനാണ്. മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾ കാളിദാസനെ ചിന്താകുലനാക്കി. മാളവികാഗ്നിമിത്രം എഴുതിയതും അതിന് നല്ല രചനയെന്ന് സഹൃദയർ ശ്ലാഘിക്കുകയും ചെയ്തതോടെ സമസ്യാപൂരണം തൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് താൻ കരുതിപ്പോയോ? തൻ്റെ ഒരു രചന നാട്യവേദിയിൽ അവതരിപ്പിക്കപ്പെടുകയും അതുകണ്ട് ആബാലവൃദ്ധം കരഘോഷം മുഴക്കുകയും ചെയ്തതുകൊണ്ട് ശ്ലോകങ്ങൾ രചിക്കുകയില്ല, മഹാനാടകങ്ങളും മഹാകാവ്യങ്ങളും രചിക്കുകയാണ് തൻ്റെ കർമ്മമെന്ന് കരുതാൻ മാത്രം അഹങ്കാരം തൻ്റെ ഉള്ളിൽ വളർന്നോ? സമസ്യാപൂർത്തി ബാലകേളിയാണെന്ന് തോന്നിയോ? അല്ല, താൻ അതിനുശേഷം ഒരു വരി പോലും എഴുതിയിട്ടില്ല. മനസ്സിൽ എത്രയോ വരികൾ കുറിക്കപ്പെട്ടു. പക്ഷേ അതെല്ലാം മല്ലികയെക്കുറിച്ചായിരുന്നു. അതൊന്നും താളിയോലകളിൽ കോറിയിടണമെന്ന് തോന്നിയില്ല. പലപ്പോഴും തൻ്റെ മനസ്സിൽ മാളവികയും അഗ്നിമിത്രനോടുള്ള നടനരംഗങ്ങൾ നിറഞ്ഞു നിന്നു. ചിലപ്പോൾ രാജസഭ പിരിഞ്ഞ ശേഷം ചിന്താധീനനായി കാളിദാസൻ നടന്നു. മഹാരാജാവ് പറഞ്ഞ വാക്കുകൾ കാളിദാസൻ്റെ മനസ്സിൽ ചെറിയ മുറിവുകളായി വിങ്ങി. തന്നെ ഇനിയും ഉജ്ജയിനി ഉൾക്കൊണ്ടിട്ടില്ല. താനിവിടെ ഇപ്പോഴും അന്യനാണ്. ക്രമേണ ചിന്ത സമസ്യാപൂരണത്തിൽ തന്നെ എത്തി. ഗായിക എന്നവസാനിക്കുന്ന ശ്ലോകം രചിക്കുക തീർത്തും ദുഷ്കരമാണെന്ന് തോന്നി.